നമസ്കാരം. വാർത്താമഴയിലേക്ക് സ്വാഗതം. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ജസ്ന തിരോധാന കേസിലെ അന്വേഷണം CBI അവസാനിപ്പിച്ചു. ജസ്നയെ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് കാട്ടി പ്രത്യേക CBI കോടതിയിൽ അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചു. നുണപരിശോധന നടത്തിയവർക്കുൾപ്പെടെ കേസുമായി ബന്ധമില്ല എന്ന് കണ്ടെത്തിയതായും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. കേരളം ഏറെ ആകാംക്ഷയോടെ നോക്കിക്കണ്ട അന്വേഷണമായിരുന്നു ജസ്ന തിരോധാന കേസ്. ലോക്കൽ പോലീസ് മുതൽ CBI വരെ അന്വേഷിച്ചിട്ടും ജസ്ന ഇപ്പോഴും കാണാമറയത്ത് തുടരുകയാണ്. CBI അന്വേഷണത്തിലെങ്കിലും ജസ്നയെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ജസ്നയെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും വിദേശത്തും ഉൾപ്പെടെ കണ്ടുവെന്ന അവകാശവാദങ്ങളും ഇതിനിടെ ഉണ്ടായി. എന്നാൽ ഈ വിവരങ്ങളൊന്നും അന്വേഷണത്തിൽ CBIക്ക് ശരിയെന്ന് കണ്ടെത്താനായില്ല. 2018 മാർച്ച് 22-ന് വീട്ടിൽ നിന്നും മുണ്ടക്കയത്തെ ബന്ധുവീട്ടിലേക്ക് പോകും വഴിയായിരുന്നു ജസ്നയുടെ തിരോധാനം. ക്രൈംബ്രാഞ്ച് അടക്കം കേരള പോലീസിന്റെ നിരവധി സംഘങ്ങൾ അന്വേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. കേസ് CBIക്ക് കൈമാറാൻ 2021 ഫെബ്രുവരിയിൽ ഹൈക്കോടതി ഉത്തരവിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് CBI അന്വേഷിച്ചത്. കേസ് അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത ടോമിൻ ജെ തച്ചങ്കരിയും SP ആയിരുന്ന KG സൈമണൊക്കെ CBIക്ക് മൊഴി നൽകിയിരുന്നു. കേസ് അന്വേഷണത്തിൽ പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്നതായിരുന്നു ഇരുവരുടെയും മൊഴി. ജസ്ന തിരോധാനത്തിന് അന്തർ സംസ്ഥാന ബന്ധമുണ്ടെന്ന് കരുതുന്നതായി CBI കോടതിയിൽ പറഞ്ഞു. CBI അന്വേഷണം ഏറ്റെടുത്തതോടെ ഏറെ പ്രതീക്ഷയിലായിരുന്നു ജസ്നയുടെ ബന്ധുക്കളും നാട്ടുകാരും. ഒടുവിൽ അതേ CBI സംഘം തന്നെ കോടതിയിൽ പറയുന്നത് ജസ്നയെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഒരു തുമ്പുപോലും ലഭിക്കുന്നില്ല എന്നതാണ്. അപ്പോഴും സാധാരണക്കാർ ഉൾപ്പെടെ ചോദിക്കുന്നത് ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ അതോ കൊല്ലപ്പെട്ടോ എന്നാണ്. ഇന്റർപോളിന്റെ നോട്ടീസ് സജീവമാണെന്നും താൽക്കാലികമായി മാത്രമാണ് അന്വേഷണം നിർത്തിവെക്കുന്നതെന്നുമാണ് CBIയുടെ അവകാശവാദം. 24 കൊച്ചി. ഇന്നത്തെ മറ്റു ചില പ്രധാന വാർത്തകളിലേക്ക് വാർത്താമഴ കടക്കുന്നു. പാർട്ടി കണ്ണുരുട്ടി, മന്ത്രി തിരുത്തി. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരായ വിവാദ പരാമർശങ്ങൾ പിൻവലിച്ച് മന്ത്രി സജി ചെറിയാൻ. പ്രസംഗത്തിലെ വീഞ്ഞ കേക്ക് രോമാഞ്ചം എന്ന ഭാഗമാണ് പിൻവലിച്ചത്. പരാമർശങ്ങൾ ആർക്കെങ്കിലും പ്രയാസമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും സജി ചെറിയാൻ പറഞ്ഞു. മന്ത്രിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്ത് സിറോ മലങ്കര സഭയും യാക്കോബായ സഭയും രംഗത്തെത്തി. പ്രസ്താവന പിൻവലിച്ചെങ്കിലും മന്ത്രിക്കെതിരായ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. പ്രധാനമന്ത്രി നടത്തിയ വിരുന്നിൽ വിവിധ സഭകളിൽ നിന്നുള്ള ബിഷപ്പുമാരും പുരോഹിതരും പങ്കെടുത്തതിനെയാണ് മന്ത്രി സജി ചെറിയാൻ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. സഭാ വ്യത്യാസമില്ലാതെ വിമർശനത്തിനെതിരെ എല്ലാവരും രംഗത്ത് വന്നതോടെ ഇടതുമുന്നണിയടക്കം പ്രതിരോധത്തിലായിരുന്നു. കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി നിരുത്തരവാദിത്തപരമായ ഒരു പ്രസ്താവന നടത്തി എന്നത് ഞങ്ങളെ എല്ലാവരെയും ഏറെ വേദനിപ്പിക്കുന്നു. KCBCയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തോട് സാംസ്കാരിക വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെടുന്നത് അദ്ദേഹം ആ പ്രസ്താവന പിൻവലിക്കേണ്ടതാണ്. ഇതോടെയാണ് ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ച് തന്റെ വാക്കുകൾ പുരോഹിതർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ പിൻവലിക്കുന്നതായി മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കിയത്. ഈ വീഞ്ഞും കേക്കും അങ്ങനെ ഒരു ഭാഗമായിരിക്കാം അവർക്ക് പ്രയാസകരമായി തോന്നിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവർക്ക് പ്രയാസകരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ വീഞ്ഞിന്റെയും കേക്കിന്റെയും കാര്യം ഞാൻ പിൻവലിക്കാൻ ആഗ്രഹിക്കുകയാണ്. വൈൻ, കേക്ക്, രോമാഞ്ചം എന്നീ വാക്കുകൾ മാത്രമാണ് പിൻവലിക്കുന്നതെന്നും രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും സജി ചെറിയാൻ വ്യക്തമാക്കി. മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ അധിക്ഷേപ പരാമർശങ്ങൾ പിൻവലിച്ചത് നല്ല കാര്യമെന്ന് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലിമീസ് കത്തോലിക്ക ബാവ പറഞ്ഞു. സജി ചെറിയാൻ പദപ്രയോഗങ്ങൾ തിരുത്തിയത് സ്വാഗതാർഹമെന്ന് യാക്കോബായ സഭ ബിഷപ്പ് കുര്യാക്കോസ് മാർ തിയോഫിലസും പ്രതികരിച്ചു. S. ശ്യാംകുമാർ, 24 കൊച്ചി. സജി ചെറിയാൻ വിവാദം പ്രതിപക്ഷം മുതലെടുത്തതോടെയാണ് ഇടതുമുന്നണി നേതൃത്വം തിരുത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെ വിവാദം പലയിടങ്ങളിലും തിരിച്ചടിക്ക് കാരണമാകുമെന്ന് ഇടതു നേതൃത്വം വിലയിരുത്തുന്നു. സഭാ നേതൃത്വം പൂർണ്ണമായും എതിർത്തതും ഗത്യന്തരമില്ലാതെ പ്രസ്താവന തിരുത്തുന്നതിന് കാരണമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വിഷയം പ്രതിപക്ഷ പാർട്ടികൾ ഒരായുധമാക്കി ഉപയോഗിക്കുമെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് സജി ചെറിയാനെ തിരുത്താൻ ഇടതുമുന്നണി തീരുമാനിച്ചത്. ക്രൈസ്തവ സഭാ നേതൃത്വം ശക്തമായ പ്രതിഷേധം ഉന്നയിച്ചതോടെ പരാമർശത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികളും രംഗത്ത് വന്നു. വിഷയത്തിൽ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായത്. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് CPM ശ്രമിക്കുന്നതെന്നും മന്ത്രിയുടേത് വ്യക്തിപരമായ പരാമർശമായി കാണാൻ കഴിയില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മന്ത്രിസഭയിലെ ഒരു മന്ത്രി അഭിപ്രായം ഏത് വേദിയില പറഞ്ഞത്? ഈ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ അഭിപ്രായമല്ല എന്ന് പറയുന്നത് കൂട്ടുത്തരവാദിത്തം ഇല്ല എന്നാണ്. അല്ലെങ്കിൽ അതിനെ തള്ളി പറയണം. തള്ളി പറഞ്ഞോ?
സജി ചെറിയാൻ മതമേലധ്യക്ഷന്മാരെ അപഹസിക്കാൻ പാടില്ലായിരുന്നുവെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. മതമേലധ്യക്ഷന്മാർ ഒക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് വക്താക്കൾക്കും ഒക്കെ പല അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേ ആ അഭിപ്രായങ്ങൾ പറയാം, അതിന് ആർക്കും വിരോധമില്ല. പക്ഷേ അപഹസിക്കുന്നത് മോശം തന്നെയാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും വിഷയം സജീവ ചർച്ചയാക്കി. ക്രൈസ്തവ വിഭാഗത്തിന്റെ പിന്തുണ നേടാൻ ശ്രമിക്കുന്ന BJP നേതാക്കളും സജി ചെറിയാനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. കേരളത്തിലെ ഏറ്റവും സംസ്കാരമില്ലാത്തയാളാണ് സാംസ്കാരിക മന്ത്രി എന്ന് സ്വയം തെളിയിച്ചിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ ഒരാളെ മന്ത്രിസഭയിൽ തന്നെ തുടരാൻ അനുവദിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും നമ്മുടെ മുഖ്യമന്ത്രിയുടെയും പൊതു നയത്തിന്റെ ഭാഗമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിവാദ പരാമർശം സജി ചെറിയാൻ തിരുത്തിയെങ്കിലും വരും ദിവസങ്ങളിലും ഈ വിഷയം പ്രതിപക്ഷം സജീവ ചർച്ചയാക്കാനാണ് സാധ്യത. ടോബി ജോൺസൺ, 24, കോട്ടയം. ഇന്നും കരിങ്കൊടി. നവകേരള സദസ്സിനെത്തിയ മുഖ്യമന്ത്രിക്ക് നേരെ എറണാകുളത്ത് ഇന്നും കരിങ്കൊടി പ്രതിഷേധം. 30ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വിവിധ കേന്ദ്രങ്ങളിൽ അറസ്റ്റ് ചെയ്തു. മരടിലും തൃപ്പൂണിത്തുറയിലും പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാട്ടി. അതിനിടെ കുന്നത്തുനാട്ടിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണമുണ്ടായി. ഒരു സംഘം ആളുകൾ ഓഫീസ് അടിച്ചു തകർത്തു. DYFI പ്രവർത്തകരാണ് അക്രമം അഴിച്ചുവിട്ടതെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. പുത്തൻകുരിശിൽ മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധിച്ച പ്രവർത്തകരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷന് മുന്നിൽ DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി അടക്കമുള്ള നേതാക്കൾ പോലീസ് സ്റ്റേഷനിലെത്തി. പിന്നീട് പ്രവർത്തകരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. പാലാരിവട്ടത്ത് ഇന്നലെ രാത്രിയുണ്ടായ സംഘർഷത്തിൽ MPയും MLAമാരും DCC പ്രസിഡന്റും ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന 70 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പ്രതിപക്ഷ പ്രതിഷേധം എന്തിനാണെന്ന് വിശദീകരിക്കാൻ നേതാക്കൾക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ പരിപാടിയുമായി സഹകരിക്കുന്നില്ല എന്ന് നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷം പ്രഖ്യാപിക്കുന്ന നിലയുണ്ടായി. പ്രതിപക്ഷ നേതാവാണ് അത്തരമൊരു പ്രഖ്യാപനം നടത്തിയത്. ഈ പരിപാടിയിൽ പ്രതിപക്ഷത്തിന് വിയോജിപ്പുള്ള ഏത് ഭാഗമാണുള്ളത് എന്ന് ഇന്നേ വരെ പ്രതിപക്ഷത്തിന് ബഹുജനങ്ങളുടെ മുന്നിൽ പറയാൻ കഴിഞ്ഞിട്ടില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രഖ്യാപനം പിന്നീട് കോൺഗ്രസ് ഏറ്റെടുക്കുകയും അത് സ്വാഭാവികമായി UDFിലെ മറ്റ് ഘടകകക്ഷികൾ സ്വീകരിക്കുകയും അങ്ങനെ UDFിൻ്റെ ബഹിഷ്കരണമായി മാറുകയുമാണ് ഉണ്ടായത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഓഫീസ് തല്ലിത്തകർത്തതിൽ പ്രതിഷേധിച്ച് കുന്നത്തുനാട്ടിൽ കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും. അശ്വിൻ, ഈ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്തത് DYFI പ്രവർത്തകരാണ് എന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. എന്താണ് അക്കാര്യത്തിൽ പോലീസ് നൽകുന്ന സൂചന? വലിയ സംഘർഷാവസ്ഥയുണ്ടോ പ്രദേശത്ത് ഇപ്പോൾ? വിജയകുമാർ, അല്പസമയം മുമ്പാണ് ഈ പ്രകടനം ആരംഭിച്ചത്. കുന്നത്തുനാട്ടിൽ കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്. അവിടെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഇന്ന് വൈകിട്ട് ആക്രമിച്ചു, തല്ലി തകർത്തു എന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. DYFI പ്രവർത്തകരാണ് അക്രമം അഴിച്ചുവിട്ടത് എന്ന ആരോപണമാണ് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത്. DCC പ്രസിഡന്റുണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുണ്ട്. എറണാകുളം ജില്ലയിലെ കോൺഗ്രസിന്റെ മറ്റു നേതാക്കളൊക്കെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുണ്ട്. നേരത്തെ ഈ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അവരെ വിട്ടയക്കണം എന്നാവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷന് മുന്നിലും പ്രതിഷേധമുണ്ടായിരുന്നു. അശ്വിൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അശ്വിൻ,
ഇത് ഈ പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ടോ? ഇന്നലെ പാലാരിവട്ടത്ത് ഏതാണ്ട് ഇതുപോലെ തുടങ്ങിയ ഒരു പ്രതിഷേധമായിരുന്നു. രാത്രി അത് വലിയ സംഘർഷത്തിലേക്കൊക്കെ പോയി. എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ വിവരങ്ങൾ? വിജയകുമാർ, നിലവിൽ അത്ര ഇന്നലെ പാലാരിവട്ടത്ത് കണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം അവരുടെ ഓഫീസ് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസാണെന്ന ഈ നവകേരള സദസ്സ് സമാപിച്ചതിന് പിന്നാലെ ചില ആളുകളെത്തി, ഒരു സംഘം ആളുകളെത്തി അടിച്ചു തകർത്തത്. അതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഈ കോലഞ്ചേരി നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. നഗരം ചുറ്റിയ പ്രകടനം ഇപ്പോൾ ഈ നവകേരള സദസ്സ് നടന്ന ഗ്രൗണ്ടിന് മുന്നിൽ സമാപിച്ചിരിക്കുകയാണ്. അവിടെ പ്രതിഷേധ യോഗം ചേരുകയാണ്. അതുകൂടാതെ ഇന്ന് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വളരെ വലിയ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായി. പ്രതിഷേധങ്ങൾ വ്യാപകമായിരുന്നു. ആദ്യ പരിപാടിയിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൌസിൽ നിന്ന് ഇറങ്ങിയത് മുതൽ അവസാന പരിപാടി നടന്ന കോലഞ്ചേരിയിലെ ഓഫീസ് വരെ വലിയ കോലഞ്ചേരിയിലെ ഈ സദസ്സ് നടന്ന ഗ്രൗണ്ട് വരെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. കോൺഗ്രസിന് പുറമെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരും മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്ന ദൃശ്യങ്ങൾ ഇന്ന് ഇവിടെ കണ്ടതാണ്. എന്തായാലും അതൊക്കെ ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. നവകേരള സദസ്സ് സമാപിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ ഓഫീസ് അടിച്ചു തകർത്തുകൊണ്ടാണ് എന്ന് മുഹമ്മദ് ഷിയാസ് കുറ്റപ്പെടുത്തിയിരുന്നു അല്പസമയം മുമ്പ്. അത് മുഖ്യമന്ത്രിയുടെ ആഹ്വാന പ്രകാരമാണ് എന്ന് കൂടി ഒരു ആരോപണം മുഹമ്മദ് ഷിയാസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും സമാപന ദിവസത്തിലും വലിയ പ്രതിഷേധമാണ് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കേരളം കണ്ടത്. വിജയകുമാർ. യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് തല്ലിത്തകർത്തതിൽ പ്രതിഷേധിച്ച് കുന്നത്ത് നാട്ടിൽ കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനം ഇപ്പോഴും തുടരുകയാണ്. DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ ഒക്കെ നേതൃത്വത്തിലാണ് അവിടെ പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. വെള്ളിയാമറ്റത്തെ നല്ല കാഴ്ച. തൊടുപുഴ വെള്ളിയാമറ്റത്ത് പശുക്കൾ ചത്ത കുട്ടിക്കർഷകരെ ചേർത്തുപിടിച്ച് നാട്. ഒരാഴ്ചയ്ക്കുള്ളിൽ 5 പശുക്കളെ നൽകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു. നടൻ ജയറാം 5 ലക്ഷം രൂപ കൈമാറിയതിന് പിന്നാലെ കൂടുതൽ താരങ്ങൾ സഹായം പ്രഖ്യാപിച്ചു. 10 പശുക്കളെ വാങ്ങാനുള്ള തുക ലുലു ഗ്രൂപ്പും കൈമാറി. മരച്ചീനി തൊണ്ട് കഴിച്ചതിനെ തുടർന്ന് കുട്ടിക്കർഷകരായ മാത്യുവിന്റെയും ജോർജിന്റെയും 13 പശുക്കൾ ചത്തത് ഇന്നലത്തെ സങ്കടക്കാഴ്ചയായിരുന്നു. വാർത്തയ്ക്ക് പിന്നാലെ വിവിധ മേഖലകളിൽ നിന്ന് സഹായം ഒഴുകിയെത്തി. മന്ത്രി ജെ ചിഞ്ചുറാണിയും മന്ത്രി റോഷി അഗസ്റ്റിനും കുട്ടിക്കർഷകരുടെ വീട്ടിൽ നേരിട്ടെത്തി സർക്കാർ ഒപ്പമുണ്ടെന്ന് പ്രഖ്യാപിച്ചു. ഒരാഴ്ചയ്ക്കകം മാത്യുവിന് ഇൻഷുറൻസ് പരിരക്ഷയോടുകൂടി 5 പശുക്കളെ നൽകും. 1 മാസത്തെ കാലിത്തീറ്റയും സൗജന്യമായി നൽകും. കൂടുതൽ സഹായം നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും മന്ത്രി. അപ്പോൾ അത് 5 പശു സൗജന്യമായിട്ട് ഗവൺമെൻറ് തന്നെ കൊടുക്കുകയാണ്. മറ്റുള്ള പശുക്കൾക്ക് പകരം നമ്മൾ ദുരന്ത നിവാരണ പദ്ധതി പ്രകാരമുള്ള പണം ഞങ്ങൾ അനുവദിക്കാനുള്ള ശ്രമമാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. പിന്നാലെ നടൻ ജയറാമും കുട്ടികൾക്ക് പിന്തുണയുമായി എത്തി 5 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. തുടർന്നും എല്ലാ സഹായങ്ങളും ഉണ്ടാകുമെന്ന് താരത്തിന്റെ ഉറപ്പ്. ഇന്ന് രാവിലെ പത്രം തുറന്നപ്പോൾ സഹിക്കാൻ പറ്റിയില്ല അങ്ങോട്ട്. ഈ കുഞ്ഞുങ്ങൾക്കൊരു 10 പശുവിനെങ്കിലും മേടിക്കാൻ സാധിച്ചാൽ അതൊന്ന് കൈമാറാൻ വേണ്ടിയിട്ടും ഇവർക്ക് ആ ഒരു നേരിട്ട് വന്ന് സമാധാനിപ്പിക്കാൻ, കാരണം ഞാൻ അനുഭവിച്ച വേദനയാണ്, അതുകൊണ്ടാണ് നേരിട്ട് ഇങ്ങോട്ട് എത്തിയത്. ജയറാമിനെ ഫോണിൽ വിളിച്ച മമ്മൂട്ടി 1 ലക്ഷം രൂപയും പൃഥ്വിരാജ് 2 ലക്ഷം രൂപയും കുട്ടികൾക്ക് കൈമാറുമെന്നറിയിച്ചു. 5 ലക്ഷം രൂപ ലുലു ഗ്രൂപ്പും കൈമാറി. ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ പശുക്കൾക്ക് പകരമായി 10 പശുക്കളെ വാങ്ങാനുള്ള തുക എത്രയാണോ അത് ഇവരുമായി സംസാരിച്ച് നൽകാനാണ് പറഞ്ഞത്. 5 ലക്ഷം രൂപയാണ് യൂസഫ് അലി സാറിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മളിന്നിവിടെ ഇവർക്ക് കൈമാറിയത്. 1 ലക്ഷം രൂപ നൽകുമെന്ന് കേരള ഹോം ഡിസൈൻസ് ഗ്രൂപ്പ് അഡ്മിൻ ടി ഫിറോസ്. കൊല്ലം സുധിക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന ജീവകാരുണ്യ സംഘടനയാണ് കേരള ഹോം ഡിസൈൻ. നമ്മൾ ആദ്യം പശുവിന് വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഉദ്ദേശിച്ച്, പിന്നെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന പശു ഒരു പക്ഷേ അവർക്ക് ഇഷ്ടപ്പെടുന്ന, അതായത് പാല് നമുക്കറിയില്ലല്ലോ കറക്റ്റായിട്ട്, അപ്പോൾ നമ്മൾ അവർക്ക് സാമ്പത്തികമായിട്ട് 1 ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം അവർക്ക് ഇഷ്ടപ്പെട്ട പശുവിനെ തിരഞ്ഞെടുക്കാമല്ലോ. പ്രതിസന്ധികളിൽ ചേർത്തുപിടിച്ചവർക്ക് നന്ദി അറിയിച്ച് മാത്യുവും കുടുംബവും. സഹായങ്ങൾ ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രതീക്ഷിക്കാത്ത ഒരുപാട് തലങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 2 പശുക്കളെ നൽകുമെന്ന് CPIM അറിയിച്ചു. തൊടുപുഴ MLA PJ ജോസഫ് സ്വന്തം ഫാമിൽ നിന്ന് 1 പശുവിനെ മാത്യുവിന് കൈമാറി. വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ, മിൽമ എന്നിവിടങ്ങളിൽ നിന്നും കുട്ടികൾക്ക് സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാരും പൊതുസമൂഹവും ചേർത്ത് പിടിച്ചതോടെ മാത്യുവിനും കുടുംബത്തിനും ഇനി പുതുജീവൻ. ഈ ഫാമിലേക്ക് ഇനി പുതിയ പശുക്കൾ എത്തും. ഇടുക്കിയിൽ നിന്ന് സുനിൽ സുരേന്ദ്രനൊപ്പം വിഷ്ണു സുരേഷ്, 24. മോദിയുടെ തൃശൂർ മിഷൻ.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തൃശൂരിൽ 2 ലക്ഷം വനിതകൾ അണിനിരക്കുന്ന BJP മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രധാനമന്ത്രിയുടെ വരവിന് മുന്നോടിയായി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചോദിച്ചുകൊണ്ടുള്ള ചുവരെഴുത്തുകളും പ്രത്യക്ഷപ്പെട്ടു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ സുരേഷ് ഗോപിയെ ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണത്തിലാണ് BJP. ജില്ലയിലെ വിവിധയിടങ്ങളിൽ സുരേഷ് ഗോപിക്ക് വോട്ടഭ്യർത്ഥിച്ച് ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. പാർട്ടി ഏറെ പ്രതീക്ഷയർപ്പിക്കുന്ന തൃശൂരിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടും. കേന്ദ്രമന്ത്രിമാരും ദേശീയ നേതാക്കളും അണിനിരക്കുന്ന വേദിയിൽ സുരേഷ് ഗോപിയും ഉണ്ടാകും. നാളെ ഉച്ചയ്ക്ക് 2 മണിയോടെ കുട്ടനെല്ലൂർ കോളേജ് ഹെലിപ്പാഡിലിറങ്ങുന്ന പ്രധാനമന്ത്രി സ്വരാജ് റൗണ്ടിൽ റോഡ് ഷോ നടത്തും. കുട്ടനെല്ലൂരിലും ജില്ലാ ജനറൽ ആശുപത്രിക്ക് സമീപവും പ്രധാനമന്ത്രിക്ക് സ്വീകരണമൊരുക്കിയിട്ടുണ്ട്. കനത്ത സുരക്ഷയാണ് തൃശൂരിൽ. വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ വടക്കേ ഭാഗത്ത് തയ്യാറാക്കിയ പൊതുസമ്മേളന വേദിയിലാണ് മഹിളാ സമ്മേളനം. പൊതുസമ്മേളന വേദിക്കരികിൽ സാമുദായിക നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയേക്കും. ചടങ്ങുകൾ പൂർത്തിയാക്കി നാളരയ്ക്കാണ് മടക്കം. 24 തൃശൂർ. ആരോഗ്യമന്ത്രി അറിയാൻ. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ രോഗികൾക്ക് സമീപം സീലിംഗ് അടർന്നു വീണു. OP ബ്ലോക്ക് സമീപത്താണ് അപകടമുണ്ടായത്. ആർക്കും പരുക്കില്ല. ആരോഗ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ ആശുപത്രിയിൽ നിർമ്മാണത്തിൽ അഴിമതിയെന്ന് കാട്ടി UDFും യുവമോർച്ചയും പ്രതിഷേധിച്ചു. ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി UDF ഭരിച്ചിരുന്ന കാലത്താണ് നിർമ്മാണം നടന്നതെന്നാണ് CPMന്റെ മറുപടി. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ OP ബ്ലോക്കിന് സമീപം സീലിംഗ് അടർന്നു വീണത്. വലിയ തിരക്കില്ലാത്ത സമയമായതിനാൽ വൻ അപകടം ഒഴിവായി. ഇവിടെ ഈ മേൽക്കൂര മാത്രമല്ല, ആശുപത്രിയുടെ പല കെട്ടിടങ്ങളും ശോചനീയാവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. പലയിടത്തും വെള്ളം ചോർന്നുകൊണ്ട് കെട്ടിടത്തിൻ്റെ അപകടാവസ്ഥ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് പത്തനംതിട്ടയിലുള്ളത്. വളരെ അനാഥമായ ഒരവസ്ഥയാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രി ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതാദ്യമായല്ല ആശുപത്രിയിൽ സീലിംഗ് തകർന്നു വീഴുന്നത്. ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു നിർമ്മാണ പ്രവർത്തികൾ. കരാറിൽ അഴിമതി ആരോപിച്ച UDF കൗൺസിലർമാരും യുവമോർച്ചയും പ്രതിഷേധവുമായി എത്തി. സീലിംഗിന്റെ നിർമ്മാണം നടക്കുമ്പോൾ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ മേൽനോട്ടം UDFനായിരുന്നുവെന്നാണ് CPIM നിലപാട്. ഇതേ കാലയളവിൽ UDF ആണ് നഗരസഭ ഭരിച്ചിരുന്നതെന്ന് പത്തനംതിട്ട നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ. പാനലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് UDF ഭരണസമിതിക്കെതിരായിട്ടാണ് അന്വേഷണം നടത്തേണ്ടത്. കാരണം UDF ഭരണസമിതി HMCയുടെ മാനേജ്മെന്റിൽ ഇരുന്ന കാലത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള വർക്കിൽ നിന്നാണ് ഇപ്പോൾ ഈ പാനൽ അടർന്നു വീണിട്ടുള്ളത്. അപകടത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. ലഹരി മാഫിയയുടെ അതിക്രമം. തിരുവനന്തപുരം പൂച്ചെടിവിള കോളനിയിൽ ലഹരി മാഫിയയുടെ അതിക്രമം. പൂച്ചെടിവിള കോളനി അസോസിയേഷൻ സെക്രട്ടറി മനു വേണുഗോപാലിൻ്റെതുൾപ്പെടെ 3 വീടുകൾ ആക്രമിച്ചു. വീട്ടുപകരണങ്ങളും വാഹനങ്ങളും നശിപ്പിച്ചു. ഇന്നലെ രാത്രി 12:30യോടെയാണ് പൂച്ചെടിവിള കോളനിയിൽ ലഹരി മാഫിയ സംഘം അഴിഞ്ഞാടിയത്. കോളനിയിലെ ലഹരി ഉപയോഗവും കച്ചവടവും മനു ചോദ്യം ചെയ്തിരുന്നു. മനുവിന്റെ നേർക്ക് നായയെ അഴിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട് അയൽവാസിയായ ബിജുലാലുമായി ചില തർക്കങ്ങളും ഉണ്ടായിരുന്നു. ഇതിന്റെ കൂടി വൈരാഗ്യം സംഘത്തിനുണ്ടായിരുന്നുവെന്ന് വീട്ടുടമ മനു വേണുഗോപാൽ പറഞ്ഞു. ഇവിടുത്തെ കുറെ ഡ്രഗൊക്കെ യൂസ് ചെയ്യുന്നവരും സെയിലും ഇതെല്ലാം ഉള്ള കുറെ പയ്യന്മാരുണ്ട്. അവർ ഒരു കൂട്ടം പയ്യന്മാരെ കൂടെ പുറത്തുനിന്നും കൂടെ കൂട്ടിയിട്ട് വന്നിട്ട് ഇത് ചെയ്തതാണ്. മാനസികമായിട്ടും നമുക്ക് മരണഭീതിയിലാണ് ഇപ്പം തന്നെ. 10-ലധികം പേരടങ്ങുന്ന സംഘം വീട്ടിലുണ്ടായിരുന്ന ഉപകരണങ്ങളും വാഹനങ്ങളും ഉൾപ്പെടെ തല്ലിത്തകർത്തു. മനുവിന്റെ 2 ബന്ധുക്കളുടെ വീടുകളും സംഘം ആക്രമിച്ചു. ഭയപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥയാണെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് മോളി. കഴിച്ചു കഴിഞ്ഞാൽ ഈ പയ്യൻ വേറൊരു രൂപം. ഈ ഫിലിമിലൊക്കെ ഇന്നലെ ഒരു ഫിലിം സീനാണ് ഇവിടെ നടന്നത്. ഏകദേശം 2 മണിക്കൂറുകൂടെയുള്ള ആൾക്കാർ പുറത്തിറങ്ങാൻ ഭയമായിരുന്നു. നമ്മൾ പോലീസിനെ വിളിച്ചു, പോലീസ് വന്ന് ഹെൽപ്പ് ചെയ്തു. മ്യൂസിയം പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2 പേർ കസ്റ്റഡിയിലുണ്ടെന്നാണ് സൂചന. കഞ്ചാവ് മാഫിയ സംഘങ്ങളെ ഭയന്നു ജീവിക്കേണ്ട അവസ്ഥയിലാണ് പൂച്ചെടിവിള കോളനിയിലെ 100 കണക്കിന് വരുന്ന കുടുംബങ്ങൾ. ഓരോ തവണയും ഇത്തരം അക്രമം ഉണ്ടാകുമ്പോൾ പോലീസ് ഇടപെടുന്നുണ്ടെങ്കിലും ഇനി എന്നാണ് ഈ അക്രമങ്ങൾക്ക് ഒരു അവസാനം ഉണ്ടാകുന്നത് എന്നതാണ് പ്രധാന ചോദ്യം. നന്ദകിഷോറിനൊപ്പം അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം.
ആലപ്പുഴ നൂറനാട് വാഹനങ്ങൾ നശിപ്പിച്ച ശേഷം പോലീസ് യുവാക്കൾക്കെതിരെ കള്ളക്കേസ് എടുത്തതായി പരാതി. നൂറനാട് സ്വദേശി സാലു ഉൾപ്പെടെ 10 പേർക്കെതിരെയാണ് കേസ്. പോലീസ് ഉദ്യോഗസ്ഥർ വാഹനങ്ങൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്ന ദൃശ്യങ്ങളും അതിനിടെ പുറത്തു വന്നു. പോലീസിനെതിരെ ഡിവൈഎഫ്ഐ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. നടക്കുന്നത് വ്യാജ പ്രചാരണമെന്നാണ് പോലീസിന്റെ വിശദീകരണം. ന്യൂ ഇയർ ദിനം പുലർച്ചെ 2:30 കരിമുളക്കൽ തുരുത്തി ക്ഷേത്രത്തിന് സമീപം യുവാക്കൾ തമ്മിൽ സംഘടനമുണ്ടായതായി പോലീസിന് വിവരം ലഭിച്ചു. നൂറനാട് പോലീസ് എത്തിയതോടെ യുവാക്കൾ ചിതറിയോടി. ആരെയും പിടികൂടാനാവാത്തതിനാൽ പ്രദേശത്തുണ്ടായിരുന്ന സാലു എന്ന യുവാവിനെതിരെ ചെയ്യാത്ത കുറ്റത്തിന് കേസെടുത്തു എന്നാണ് പരാതി. പൊതുസ്ഥലത്ത് പ്രശ്നമുണ്ടാക്കിയതിനും 7ഓളം വാഹനങ്ങൾ നശിപ്പിച്ചതിനുമാണ് കേസ്. താൻ നിരപരാധിയാണെന്ന് സാലു. ഞങ്ങൾ കുറച്ചുപേര് വന്ന് വണ്ടിയെല്ലാം ഈ സംഭവ സ്ഥലത്ത് ഇരിപ്പുണ്ടായിരുന്നു. എന്നെ ആ സംഭവ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് എൻ്റെ ഫ്രണ്ട് ഇട്ടാണ് ഇവർ ഈ വണ്ടിയെല്ലാം തല്ലിപ്പൊളിക്കുകയൊക്കെ ചെയ്തത്. എന്നിട്ട് എൻ്റെ പേര് കള്ളക്കേസ് കൊടുത്ത് ഈ വണ്ടിയെല്ലാം ഞാൻ തല്ലിപ്പൊളിച്ചെന്ന് പറഞ്ഞ് എൻ്റെ പേര് കള്ളക്കേസ് കൊടുത്ത് എന്നിട്ട് എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എന്നെ രാത്രി ഉറങ്ങാനൊന്നും സമ്മതിച്ചില്ല. ഇതിനിടെ ഉദ്യോഗസ്ഥർ വാഹനങ്ങൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. കള്ളക്കേസ് എടുത്തതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സാലു. കള്ളക്കേസ് എടുത്തു എന്ന് കാണിച്ച് ഡിവൈഎഫ്ഐ ചാരിമുട് ബ്ലോക്ക് കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. വാഹനങ്ങൾ നശിപ്പിച്ചത് തങ്ങളല്ല എന്നാണ് നൂറനാട് പോലീസിന്റെ പ്രതികരണം. ഇരുചക്ര വാഹനങ്ങൾ ഹാൻഡിൽ ലോക്കായതിനാലാണ് വലിച്ചിഴച്ച് കൊണ്ടുപോയതെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ മുഴുവൻ CCTV ദൃശ്യങ്ങളും പരിശോധിക്കുവാൻ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ നിർദ്ദേശം നൽകി. 24 ആലപ്പുഴ. ദേശീയ വാർത്തകളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ജാർഖണ്ഡിലെ നീക്കങ്ങൾ. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ രാജിവെച്ചേക്കും. ഭൂമി തട്ടിപ്പ് കേസിൽ ED അറസ്റ്റുണ്ടാകുമെന്ന സൂചനകൾക്കിടെയാണ് രാജ്യാഭ്യൂഹം. ഭാര്യ കൽപ്പന സോറനെ മുഖ്യമന്ത്രിയാക്കുമെന്നാണ് വിവരം. ഹേമന്ത് സോറൻ നാളെ വിളിച്ച നിയമസഭാ കക്ഷി യോഗം നിർണായകമാണ്. ഭൂമി കുംഭകോണ കേസിൽ ED 7ാം തവണയാണ് ഹേമന്ത് സോറന് സമൻസ് അയക്കുന്നത്. ഇത്തവണയും സോറൻ EDക്ക് മുന്നിൽ ഹാജരായില്ല. അന്വേഷണത്തോട് സഹകരിക്കാത്തതിനാൽ സോറനെ അറസ്റ്റ് ചെയ്യുകയാകും ഇനി EDയുടെ നടപടി. ഇത് താനും മനസ്സിലാക്കുന്നു എന്ന രീതിയിലാണ് ഹേമന്ത് സോറന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ. JMM MLA സർഫറാസ് അഹമ്മദ് നിയമസഭാംഗത്വം രാജിവെച്ചു. ഗാൻഡെ മണ്ഡലത്തിൽ ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സോറൻ മത്സരിക്കുന്നതിന് വഴിയൊരുക്കാനാണ് രാജിയെന്നാണ് വിവരം. കൽപ്പന സോറൻ മുഖ്യമന്ത്രിയാകുമെന്ന വാർത്തകൾ JMM പാർട്ടി എന്നാൽ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ നാളെ അടിയന്തര നിയമസഭാ കക്ഷി യോഗം റാഞ്ചിയിൽ ചേരും. എല്ലാ MLA-മാർക്കും മുന്നിൽ സോറൻ രാജി പ്രഖ്യാപിക്കുകയും പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുകയും ചെയ്യുമെന്നാണ് വിവരം. ഭൂമി തട്ടിപ്പ് കേസിൽ IAS ഉദ്യോഗസ്ഥൻ ഛവി രഞ്ജൻ ഉൾപ്പെടെ 14 പേരെയാണ് ED ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. R രാധാകൃഷ്ണൻ, 24, ഡൽഹി. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ഉദ്ധവ് താക്കറെയും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിനെയും ക്ഷണിച്ചേക്കില്ല. തന്നെ രാമൻ വിളിക്കുമ്പോൾ അയോധ്യയിലേക്ക് പോകുമെന്നായിരുന്നു അഖിലേഷ് യാദവിന്റെ പ്രതികരണം. ഉദ്ഘാടന പരിപാടിക്ക് എല്ലാ സഹായവും ലഭ്യമാക്കാൻ ഇന്ന് ചേർന്ന BJP ഉന്നതാധികാര യോഗത്തിൽ തീരുമാനം. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്കിനി 20 നാൾ. രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ ഇതിനിടെ കൂടുതൽ ശക്തമാകുകയാണ്. ഉദ്ധവ് താക്കറെയും അഖിലേഷ് യാദവിനെയും ക്ഷണിക്കാത്തതുമായി ബന്ധപ്പെട്ടാണ് പ്രധാന ചർച്ച. ശ്രീരാമഭക്തരായവർക്ക് മാത്രമേ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ സാക്ഷ്യം വഹിക്കാൻ ക്ഷണം നൽകൂ എന്ന് മുഖ്യപൂജാരി ആചാര്യ സത്യേന്ദ്രദാസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെ ചേർന്ന ക്ഷേത്ര ട്രസ്റ്റ് യോഗം താക്കറെയും അഖിലേഷ് യാദവിനെയും വിളിക്കേണ്ട എന്ന മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു. ഇക്കാര്യത്തോട് പ്രതികരിച്ച സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് തന്നെ രാമൻ വിളിക്കുമ്പോൾ അയോധ്യയിൽ പോകുമെന്ന് വ്യക്തമാക്കി. ശ്രീരാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് തനിക്ക് ക്ഷണം ലഭിച്ചിട്ടില്ലെന്ന് ഉദ്ധവ് താക്കറെ നേരത്തെ ആരോപിച്ചിരുന്നു. അതേസമയം രാമക്ഷേത്ര ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആവശ്യമായ എല്ലാ മേഖലയിലും സഹായം ക്ഷേത്രം ട്രസ്റ്റിന് ലഭ്യമാക്കാൻ BJP തീരുമാനിച്ചു. രാമക്ഷേത്ര ഉദ്ഘാടനവും അനുബന്ധ കാര്യങ്ങളും വിലയിരുത്താൻ ചേർന്ന BJP ഉന്നതാധികാര സമിതി യോഗത്തിന്റേതാണ് തീരുമാനം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പാർട്ടി അധ്യക്ഷൻ JP നദ്ദ മുതലായവർ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. 24, ഡൽഹി. ഡൽഹിയിൽ ഒന്നിച്ചും പഞ്ചാബിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തീരുമാനിച്ചു. സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിയാകും ഇന്ത്യ മുന്നണി പൊതു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. സീറ്റ് വിഭജന ചർച്ചകൾ തുടരുകയാണ്.
BJP മുഖ്യ ശത്രുവായ ഇടങ്ങളിലാണ് ഇന്ത്യ മുന്നണി പൊതു സ്ഥാനാർത്ഥികളെ നിർത്തുക. ഡൽഹിയിൽ ചേർന്ന ഇന്ത്യ സഖ്യയോഗത്തിന് ശേഷം സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച തുടരുകയാണ്. പഞ്ചാബിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും തീരുമാനം. പഞ്ചാബിലെ 13 ലോക്സഭാ സീറ്റിൽ 8 കോൺഗ്രസ്, 3 ശിരോമണി അകാലിദൾ, 2 BJP എന്നിങ്ങനെയാണ് നിലവിലെ സീറ്റ് നില. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തരംഗം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രതീക്ഷ. എന്നാൽ ഡൽഹിയിൽ ആകെയുള്ള 7 ലോക്സഭാ സീറ്റും BJPക്കാണ്. ഇവിടെ കോൺഗ്രസും ആം ആദ്മിയും സഖ്യം ചേർന്ന് BJP നേരിടാൻ ധാരണയിലെത്തി. സീറ്റ് വിഭജനം സംബന്ധിച്ച ചർച്ച ഉടൻ ആരംഭിക്കും. 24 ഡൽഹി. മണിപ്പൂർ വീണ്ടും അശാന്തം. മണിപ്പൂർ വീണ്ടും കലുഷിതമാകുകയാണ്. മൊറയിൽ സുരക്ഷാ സേനയുടെ വാഹനത്തിന് നേരെ ആക്രമണമുണ്ടായി. 7 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ഇന്നലെ 4 പേർ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ സംഘർഷബാധിത മേഖലകളിൽ കൂടുതൽ സേനയെ വിന്യസിച്ചു. അയവില്ലാതെ മണിപ്പൂരിൽ വീണ്ടും സംഘർഷം തുടരുകയാണ്. മ്യാൻമാർ അതിർത്തിയോട് ചേർന്നുള്ള മൊറേ ടൗണിലാണ് സുരക്ഷാ സേന സഞ്ചരിച്ച വാഹനത്തിന് നേരെ ആക്രമണമുണ്ടായത്. RPG ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ 7 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. കുക്കി വിഭാഗക്കാരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന. പരിക്കേറ്റവരെ അസം റൈഫിൾസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ തൗബാൽ ജില്ലയിലുണ്ടായ വെടിവയ്പിൽ 4 പേരാണ് കൊല്ലപ്പെട്ടത്. ലിലോങ് മേഖലയിൽ 4 വാഹനങ്ങളിലായി പോലീസ് വേഷത്തിലെത്തിയ സംഘമാണ് ആക്രമണം നടത്തിയത്. വെടിവയ്പിന് പിന്നാലെ പ്രദേശവാസികൾ ആക്രമികളുടെ വാഹനങ്ങൾ തീയിട്ടിരുന്നു. അതിനിടെ മെയ്തേ വിഭാഗക്കാരൻ സംശയിക്കുന്ന സംഘം റോക്കറ്റ് ലോഞ്ചറുമായി ഇംഫാൽ നഗരത്തിൽ തുറന്ന വാഹനത്തിൽ പരേഡ് നടന്ന ദൃശ്യം പുറത്തുവന്നെങ്കിലും പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. 24 ഡൽഹി. ജപ്പാനിൽ വിമാനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 5 പേർ മരിച്ചു. ടോക്കിയോയിലെ ഹനേഡ എയർപോർട്ടിലായിരുന്നു സംഭവം. യാത്രാ വിമാനവും ജപ്പാൻ കോസ്റ്റ് ഗാർഡ് വിമാനവും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ടോക്കിയോയിലെ ഹനേഡ വിമാനത്താവളത്തിൽ ജപ്പാൻ കോസ്റ്റ് ഗാർഡ് വിമാനവും യാത്രാ വിമാനവും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. യാത്രക്കാരുമായി വന്ന വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടെയാണ് കോസ്റ്റ് ഗാർഡ് വിമാനവുമായി കൂട്ടിയിടിച്ചത്. തൊട്ടു പിന്നാലെ വിമാനം അഗ്നിക്കിരയായി. A350 JAN 516 എയർബസ് വിമാനത്തിനാണ് തീപിടിച്ചത്. വിമാനത്തിലുണ്ടായിരുന്ന 379 പേരെയും ജീവനക്കാരെയും സുരക്ഷിതരായി പുറത്തെത്തിച്ചു. എന്നാൽ കോസ്റ്റ് ഗാർഡ് വിമാനത്തിലുണ്ടായിരുന്ന 6 പേരിൽ 5 പേരും കൊല്ലപ്പെടുകയായിരുന്നു. യാത്രാ വിമാനം പൂർണ്ണമായി കത്തിയമർന്നതായാണ് റിപ്പോർട്ട്. ഭൂമികുലുക്കമുണ്ടായ നിഗറ്റയിലേക്ക് സഹായവുമായി എത്തിയതായിരുന്നു കോസ്റ്റ് ഗാർഡ് വിമാനം. ഗുരുതരമായി പരിക്കേറ്റ പൈലറ്റിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. കലാഭവൻ മണി സേവന സമിതി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കലാഭവൻ മണി സ്മാരക അവാർഡുകൾ സമ്മാനിച്ചു. ആറ്റിങ്ങൽ പൂജ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ KSEB ചീഫ് വിജിലൻസ് ഓഫീസർ പ്രശാന്തൻ ഗാണി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ഫ്ലവേഴ്സിനു വേണ്ടി രാജേഷ് ഷാർനാഥ്, അനുമോൾ, സുഭാഷ്, നിതിൽ ബസ്റ്റോ, ദിനേശ് ഭാസ്കർ, അനൂപ് ആന്റണി എന്നിവർ അവാർഡുകൾ ഏറ്റുവാങ്ങി. ഫ്ലവേഴ്സ് സംപ്രേഷണം ചെയ്യുന്ന സുഖമോ ദേവിയാണ് മികച്ച സീരിയലായി തെരഞ്ഞെടുക്കപ്പെട്ടത്. സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ, സിനിമാ മേഖലയിലുള്ളവരെയും ചടങ്ങിൽ ആദരിച്ചു. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം.